സ്വീറ്റാർട്സ് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേരാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്നാണ് നമ്മൾ 2,50,000 2,52,000 ആയത്. 2,000 മെമ്പേഴ്സാണ് 2 ദിവസം കൊണ്ട് നമ്മുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി മറുതാണി മീൻസ് നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഇട്ട് തലയിൽ തേച്ചിട്ടും ഞങ്ങൾ എത്രയൊക്കെ ഇൻഡിഗോ ഇട്ടിട്ടും ചേച്ചി മുടിക്കൊരു കറുപ്പ് കിട്ടുന്നില്ല ചേച്ചി. ആ ചില പേർക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ ചിലർക്കൊന്നും എത്ര ഇട്ടിട്ടും കിട്ടുന്നില്ല ചേച്ചിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേ ബി നിങ്ങളുടെ ഇൻഡിഗോയുടെ ക്വാളിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ നല്ല മൈലാഞ്ചി പൊടി ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നപ്പോൾ ചില സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കര ഹീറ്റ് ബോഡിയൊക്കെ ആണെങ്കിലും ഈ ഒരു കളർ തലയിൽ പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ചില പേർക്ക് ഒരു മാസത്തോളം കണ്ടിന്യൂസ് ചെയ്താലായിരിക്കും നല്ല കളർ കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച നമ്മൾ മൈലാഞ്ചി തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻഡിഗോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും റിമൈൻഡർ മാതിരി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് വെള്ളമുടിയുള്ളവർക്ക് ഇന്ന് വീണ്ടും ഇൻഡിഗോ ഇടാനുള്ള സമയമാണ്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹെന്നയാണ്. ബ്ലാക്ക് ഹെന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈ എന്ന് പറയത്തില്ലേ, ആ ഡൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, ശരി നമ്മുടെ മുടി കുറച്ച് നല്ലപോലെ കറക്കുന്നുണ്ട്, കുറച്ച് നാൾ നല്ലപോലെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. എങ്കിലും അതിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ സ്കാൽപ്പിനെയൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള എന്ത് പറയുന്ന ഹെന്ന ഒക്കെ, അതായത് കെമിക്കൽസ് ഹെന്ന നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ട് മാക്സിമം നമ്മൾ കെമിക്കൽസ് ഹെന്നാസ് വിട്ടിട്ട്, ഇത് കുറച്ച് കഷ്ടപ്പാടാണ്, നമുക്കിത് ഉണ്ടാക്കിയിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ മാസാമാസം ഇതുകൊണ്ട് തിരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മൈലാഞ്ചി ഇടുന്നു, മൈലാഞ്ചി ഇട്ടതിന് ശേഷം ഹെന്ന ഇടുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് 2-3 പ്രാവശ്യം കുളിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തലയ്ക്ക്. അപ്പോൾ മൈലാഞ്ചിയും ഹെന്നയും ഒന്നിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര റിസൾട്ട് ഉണ്ടാകില്ല. അപ്പോൾ മൈലാഞ്ചിയും ഇൻഡിഗോയും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ഹെന്ന, അത് എങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്താലാണ് അതിന്റെ കറക്റ്റ് കളർ കിട്ടുക എന്നുള്ളതിന്റെ എൻ്റെ ഒരു അറിവിലുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പകർത്തരാനായിട്ട് ശ്രമിക്കുന്നത്. ഇതെൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൈലാഞ്ചി ഇട്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു രീതി ഫോളോ ചെയ്ത് നിങ്ങളുടെ തലയിൽ ഈ ഒരു ഹെന്ന അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് കുറച്ച് മൈലാഞ്ചിയും ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, 2 പ്രാവശ്യം ഇട്ടെന്നും പറഞ്ഞൊന്നും ആകത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അതിന് തലേ ദിവസം ഞാനിപ്പോൾ ഇന്നലെ തലയിൽ നല്ല ഓയിൽ മസാജ് ചെയ്ത് ഷാമ്പു ചെയ്ത് കഴുകി വൃത്തിയാക്കി നീറ്റായിട്ട് വെച്ചിരിക്കുന്ന സ്കാൽപ്പാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഓയിൽ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അത് കണ്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇത് ഇടുന്നതിൻ്റെ തലേ ദിവസം നല്ലപോലെ ഓയിൽ മസാജ് ചെയ്ത് ഷാമ്പു ഒക്കെ ചെയ്ത് സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് സംസാരിക്കുന്നു, ചില പേര് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് സംസാരിച്ചാലേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റൂ. അറ്റവും മൂല്യമൊക്കെ പറഞ്ഞിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനിപ്പോൾ ഓൾറെഡി ബ്ലാക്ക് ഹെന്ന റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി ഞാൻ പ്രിപ്പയർ ചെയ്തു, ഇന്ന് നമ്മൾ ബാക്കിയുള്ള ഫോർമാറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ പോയി എങ്ങനെയാണ് ആ ഒരു ഇൻഡിഗോ ഇന്നത്തെ ബ്ലാക്ക് ഹെന്ന എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരും. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഓടിപ്പോവരുത്, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോകണം. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ബട്ടനൊക്കെ പ്രസ് ചെയ്തിട്ട് സമാധാനമായിട്ട് പോയി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരും കേട്ടോ. ബ്ലാക്ക് ഹെന്ന പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം തിളപ്പിക്കുക. നമുക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളത്തിന് പ്രത്യേകം കണക്കൊന്നുമില്ല, വെള്ളം തിളപ്പിക്കുക. ഇത് നമ്മൾ ഗ്രീൻ ടീ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ തേയില വെള്ളം അല്ല യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ടീ ഇല്ലാത്തവരാണെങ്കിൽ മാത്രം തേയില വെള്ളം ഉപയോഗിക്കുക. ഇതുപോലെ നമ്മൾ വെള്ളം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുക. ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലേക്ക് വെക്കുക. അതിലേക്ക് നമുക്കൊരു 4 കവർ ഗ്രീൻ ടീ ബാഗ് നമുക്കിതിനകത്ത് മിക്സ് ചെയ്യാം. 4 എണ്ണം വരെ മിക്സ് ചെയ്യാം, കുഴപ്പമില്ല. 4 എണ്ണം അതിലേക്ക് ഇട്ട് ഒരു 10-20 നിമിഷമെങ്കിലും അതിനകത്തേക്ക് ഇട്ട് വെച്ചേക്കുക. അപ്പോഴാണ് നമുക്ക് ആ പൂർണ്ണമായിട്ടും ആ കളർ അതിനകത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇതേ സമയം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഇല്ലാത്തവരാണെങ്കിൽ പകരം നമുക്ക് തേയിലപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ തേയില വെള്ളം ഇട്ടിട്ട് വേണമെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കാം. പക്ഷേ ഗ്രീൻ ടീ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നു പേഴ്സണലി. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ ഗ്രീൻ ടീ ആക്കിയത് കേട്ടോ. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, നമുക്ക് ഹെന്ന പ്രിപ്പയർ ചെയ്യാം. ഹെന്ന പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടി നല്ലപോലെ ചൂടാക്കുക.
അതിലേക്ക് നെല്ലിക്ക പൊടി ഉണ്ടല്ലോ, നമ്മുടെ ആംല പൗഡർ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ ആംല പൗഡർ ഞാനിപ്പോൾ എവിടെ ഒരു അളവ് പറയുന്നില്ല, എല്ലാം ഒരേ അളവിലാണ് ഞാൻ എടുക്കുന്നത്. നെല്ലിക്ക പൊടി ആയിരുന്നാലും എല്ലാ പൊടികളും ഒരേ അളവിൽ നമ്മുടെ മുടിയിൽ തേക്കാൻ ആവശ്യമാണ്, മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ. നെല്ലിക്ക പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നെല്ലിക്ക പൊടി നമ്മുടെ ഈ ഇരുമ്പ് ചട്ടിയിലിട്ട് നല്ല ചെറിയ ചൂടിൽ നല്ല പോലെ വറുത്ത് കൊടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നല്ല ആ ഒരു ചീനച്ചട്ടിയുടെ കളറാകും, അത് ആ സമയം വരെ നമ്മളിത് വറുത്ത് കൊടുക്കണം. അതായത് ആ ഒരു കറുപ്പ് കളർ കിട്ടുന്നത് വരെ വറുത്ത് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്ക ഉള്ളിൽ കഴിക്കുന്നതും നമ്മുടെ തലമുടിക്കും ഒക്കെ വളരെ നല്ലതാണ്, നല്ല തണുപ്പ് കൊടുക്കും, ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്ത് ഇപ്പോൾ കണ്ടോ, ഒരു 5 മിനിറ്റ് ഞാൻ നല്ല ഒരു ചെറിയ ചൂടിൽ വറുത്തപ്പോൾ നല്ല ബ്ലാക്ക് കളറായി. കണ്ടോ, ഈ ഒരു കളർ ആകുന്നത് വരെ നിങ്ങൾ വറുക്കണം. ഈ ഒരു കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കറുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കളർ ആയി കഴിയുമ്പോൾ നമുക്ക് മൈലാഞ്ചിയുടെ പൊടി, ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി ബെഞ്ചാറാസിൻ്റെ മൈലാഞ്ചി പൊടി അത്ര നല്ലതല്ല എന്ന്. പക്ഷേ എനിക്ക് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. എങ്കിൽ ഇപ്രാവശ്യം ഞാൻ പ്യുവറായിട്ടുള്ളൊരു ഹെന്ന പൗഡർ, മൈലാഞ്ചി പൗഡർ വാങ്ങിച്ചു. മൈലാഞ്ചി ഇല ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് വറുക്കുക. ഇത് നമ്മൾ ഈ സമയത്ത് ഇട്ടാൽ മതി, ആദ്യമേ ഇട്ട് കൊടുക്കരുത്. ഈ ഒരു ചൂടിൽ മാത്രം വറുത്താൽ മതി. ഇത് കരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, കലോഞ്ചി സീഡ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതാണിത്. ഇതും നമുക്ക് അതേ അളവിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൈലാഞ്ചി പൊടിയും കരിഞ്ജീരകത്തിൻ്റെ പൊടിയും നമ്മൾ നെല്ലിക്ക വറുത്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. ആ ഒരു ചൂടിൽ വേണം. അത് ഗ്യാസ് നമ്മളിപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല, എങ്കിലും നെല്ലിക്ക പൊടി വേണം നല്ല പോലെ കറുത്ത് വരാനായിട്ട്. ഈ മൈലാഞ്ചി പൊടിയും നമ്മുടെ കലോഞ്ചി പൗഡർ അല്ലെങ്കിൽ കരിഞ്ജീരകത്തിൻ്റെ പൊടിയും അത്രയും നമ്മൾ വറുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് നല്ലപോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആകണം. അതിനകത്ത് ഇങ്ങനെ മൈലാഞ്ചിയുടെ പൊടിയൊക്കെ തരാന്ന് കിടക്കും, അതൊന്നും കിടക്കാൻ പാടില്ല. നല്ലപോലെ വെള്ളം ഒഴിക്കുമ്പോൾ കുഴയും, എന്നാലും ആ ഒരു ചൂട് എല്ലാ ഭാഗങ്ങളിലും എത്തുന്നതിന് വേണ്ടി തന്നെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. എന്നിട്ട് കണ്ടോ, ഏകദേശം വീണ്ടും അതൊരു ചെറിയ ബ്ലാക്ക് കളറും കൂടെ വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് നെല്ലിക്കപ്പൊടി നമ്മൾ ഭയങ്കര ബ്ലാക്ക് ആകുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഏകദേശം ഒരേ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുഴയ്ക്കാനുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ടോ പൊടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്രീൻ ടീ ചൂടോടെ തന്നെ ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ ചൂടോടെ തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒഴിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള അളവിൽ, ഒട്ടും അങ്ങ് ലൂസായും പോകരുത്, ഒത്തിരി അങ്ങ് ലൂസായും പോകരുത്, ഒത്തിരി അങ്ങ് തിക്കായും പോകരുത്. കാരണം ഇരിക്കുമ്പോൾ എന്തായാലും ഇറുകി വരും. അപ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് നല്ലപോലെ ഒന്ന് കുഴയ്ക്കണം. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക. നല്ല പ്യുവർ ബ്ലാക്ക് കളറാവും, നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ അടച്ചു വെച്ചേക്കുക, ഓവർനൈറ്റ് വെച്ചേക്കുക. ഓവർനൈറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ വൈകുന്നേരം അപ്ലൈ ചെയ്യാനാണെങ്കിൽ രാവിലെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തലയിൽ തേക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഓവർനൈറ്റ് രാത്രി പോകുന്ന സമയമാണ്, ഞാനിതിപ്പോൾ അടച്ചു വെച്ചേക്കാം. രാവിലെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കണ്ടോ, രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് നോക്കിയേ കറക്റ്റ് പരുവായിട്ടുണ്ട്. ആ കളർ കണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ്. ഇത് നമ്മുടെ തലയിൽ നല്ല പോലെ പിടിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഈ കളർ ആവണം, ഇതുപോലെ വരണം. ഇതായിരിക്കണം കൺസിസ്റ്റൻസി രാവിലത്തെ. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മൈലാഞ്ചിയൊക്കെ എടുത്തേക്കുന്ന അതേ അളവിൽ വേണം നമ്മൾ ഇൻഡിഗോ പൗഡറും അപ്ലൈ ചെയ്യാനായിട്ട്, ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട്. ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കുക. ഇൻഡിഗോ പൗഡർ ഇതിനൊക്കെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ഇന്നലെ ഉണ്ടാക്കിയത് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു ഗ്രീൻ ടീ തന്നെയാണ് ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ അത് ഉണ്ടാക്കിയത് ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ നമ്മുടെ പച്ചവെള്ളം ഉണ്ടല്ലോ, സാധാരണ തലയൊക്കെ കുടിക്കുന്ന വെള്ളം, അത് നല്ലപോലെ ഇതിനകത്ത് ഒഴിച്ച് മിക്സ് കൊടുത്താൽ മതി. ഗ്രീൻ ടീ ഇല്ല അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. അതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു കളർ എന്തായാലും ബാലൻസും ഉണ്ട്, കളറും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കളർ ശ്രദ്ധിച്ചോ, ഒരിക്കലും ഇൻഡിഗോ വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരുപാട് നേരം വെച്ചേക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടും കിട്ടില്ല. നമ്മളെപ്പോഴും കറക്റ്റായിട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക കേട്ടോ. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്. മാക്സിമം ഇരുമ്പ് ചട്ടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടല്ലേ, ഞാനിപ്പോൾ ഇന്നലെയാണ് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഇന്ന് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻഡിഗോയും ജസ്റ്റ് ഇൻഡിഗോ ഇട്ട ഉടനെ തന്നെ മിക്സ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി, നിങ്ങൾ കണ്ടതുപോലെ തന്നെ എല്ലാത്തെയും റെഡിയാക്കി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക. തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിൽ ഒരു മാസ്കോ എന്തെങ്കിലും അതുപോലെ ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇടുക. അല്ലാത്തവരാണെങ്കിൽ ബ്രഷ് ഉണ്ടല്ലോ, നമ്മുടെ ബ്രഷ് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, അതുപോലുള്ള ബ്രഷ് വെച്ച് വേണമെങ്കിലും ഇടാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബ്രഷ് ഒന്നും
ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു എന്താ പറയുന്നത്, ഇതിന് ഗ്ലൗസ് വെച്ചിട്ടാണ് തലയിൽ ഇടുന്നത്. 2 കയ്യിൽ ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഏതോ ഇല്ല, മോളില്ല, അവള് എക്സാമിന് പോയി, എക്സാം നടക്കുവാണ്. അപ്പോൾ എക്സാമിന് പോയോണ്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ ഉടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചേക്കണം. ഞാനിപ്പോൾ ഉടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഷാമ്പൂ ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പം എനിക്കിപ്പോൾ അധികമായിട്ട് വൈറ്റ് മുടി ഇല്ല, വൈറ്റ് മുടി ഉള്ളവരൊന്നും ആരും ഇല്ല കാണിച്ചു തരാം. എങ്കിലും എൻ്റെ ഉച്ചി ഭാഗത്തൊക്കെ വൈറ്റ് മുടി ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ എത്രത്തോളം ക്യാമറയിൽ അറിയുന്നു എന്നറിയില്ല. ഒരു ബ്രൗൺ കളറൊക്കെ മുടി ധാരാളമായിട്ട് ഇവിടെ ഒരു 5-6 മുടി ഇപ്പോൾ പുതിയതായിട്ട് വൈറ്റ് കളറിലുണ്ട്. കാണാനില്ല, ബിക്കോസ് ഞാൻ കറക്റ്റായിട്ട് ഹെന്നയും ഇൻഡിഗോയും ഇടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അധികമായിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല. 15 ദിവസം കൂടുന്നതോറും അതൊക്കെ നമ്മൾ ഗ്രേ ഹെയർ ചലഞ്ചിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രേ ഹെയർ ചലഞ്ച് പ്ലേലിസ്റ്റിലുണ്ടെന്ന് പോയി കണ്ടോളൂ കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിത് സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ എടുത്തതിന് ശേഷം നമ്മുടെ എവിടെയാണോ നമുക്ക് അധികമായിട്ട് വൈറ്റ് ഹെയർ ഉള്ളത് സൂക്ഷിച്ച് അത് നോക്കിയിടുക. എപ്പോഴും നമുക്ക് ഒരാൾ ഇട്ട് തരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിൽ പറ്റിയതുകൊണ്ടും ഒരു കുഴപ്പമില്ല. ബിക്കോസ് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകമായിരുന്നാലും നെല്ലിക്കയായിരുന്നാലും എല്ലാം തന്നെ നമ്മുടെ മുടിക്ക് കറുപ്പ് കളർ കൊടുക്കുന്നതുമാണ്. മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ആ ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മുടിയായിട്ട് വൗരായിട്ട് എടുത്തെടുത്ത് എല്ലായിടത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഒരു കണ്ണാടിയുടെ മുമ്പിലിരുന്നോ, ആരുമൊക്കെ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിലിരുന്നോ അപ്ലൈ ചെയ്യുക. അല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഓരോ മുടിയായിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാനിപ്പോൾ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ താഴെ വരെ ഇടുന്നില്ല, ഞാൻ മുകളിൽ മാത്രമേ ഇടുന്നോളെ. ഇട്ടിട്ട് കാണിക്കാമേ. ഇപ്പൊ കണ്ടോ, ഞാൻ മുടി ഫുള്ള് നല്ല പോലെ, എൻ്റെ ഈ കയ്യിൽ ഞാൻ ഇട്ടില്ലായിരുന്നു, നഖത്തിലൊക്കെ കണ്ടോ കറുപ്പ് കയറിയിട്ട്. ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബ്രഷ് ഇട്ടിട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഉടുപ്പിലൊക്കെ ആയി. ഞാനിപ്പോൾ എൻ്റെ തലയിൽ ഫുള്ളായിട്ട് നല്ല പോലെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഷവർ ക്യാപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ഒന്നും ഇട്ട് വെക്കുന്നില്ല, കാരണം ഇവിടെ ആരും വരാനൊന്നുമില്ല. പിന്നെ വേറെ പണിയും കിച്ചണിലെ പണിയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് പോകും. ഇപ്പം എനിക്കിവിടെ സമയം രാവിലെ 9:30 ആയിട്ടുണ്ട്. ഒരു 10:30 വരെ വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 2 മണിക്കൂർ, ഒരു 2 മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ ഇരിക്കണം. അപ്പോഴാണ് നല്ല പോലെ കളർ പിടിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് പറയുന്നത് ഇതൊക്കെ സൈനസൈറ്റിസ് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ഗ്രാമ്പും കൂടെ പൊടിച്ച് അതിനകത്ത് ഇട്ടേക്കണം. അത് നമ്മുടെ സൈനസൈറ്റിസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ അങ്ങനെ ഒട്ടും പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴിവാം. അടുത്ത ആഴ്ച അടുത്ത ഒരു 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ എൻ്റെ തലയിൽ ഇരിക്കട്ടെ. ഇരുന്ന് കഴുകിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാമേ. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്, കുളിച്ച് റെഡിയായി, മുടിയൊക്കെ നല്ലപോലെ ഉണക്കി. കഴുകുമ്പോൾ നിങ്ങൾ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഇടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ കളഞ്ഞാൽ മതി. കണ്ടോ, മുടി അങ്ങ് അത്രയ്ക്ക് വലിയ ഡ്രൈനെസ് ഒന്നുമില്ല, കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തല്ലേ. പിന്നെ മുടിക്ക് ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പം ചെറിയ ഫുള്ളായിട്ട് അങ്ങ് മാറിയിട്ടില്ല. ഒരു മുടിയോ 2 മുടിയോ കുറച്ച് ബ്രൗൺ കളറിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ആരെങ്കിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് തന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കറുപ്പാവുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ അത് മാറി കേട്ടോ. ഒന്നും നമ്മൾ ഒരു ദിവസം ഇട്ടത് കൊണ്ട് കറക്റ്റ് ആവത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 2ാമത്തെ ദിവസമല്ലേ ഇടുന്നത്. കഴിഞ്ഞ ആഴ്ച ഒന്നിട്ടു, ഈ ആഴ്ച ഒന്നിട്ടു, ഇനി അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ നീലിയമ്മരി മാത്രമായിട്ട്. നീലിയമ്മരി എങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച എനിക്ക് എപ്പോഴാണോ അടുത്ത ആഴ്ച സമയം കിട്ടുന്നത് വീണ്ടും നീലിയമ്മരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ 1 മാസം കണ്ടിന്യൂസ് ഇടുന്ന സമയത്ത് ആ മുടി ഫുള്ളായിട്ടും കറുക്കും. പിന്നെ അത് ഒരുപാട് നാൾ ആ ഒരു കറുപ്പ് നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും. വൺസ് അത് ഫുള്ളായിട്ട് കറുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം മാത്രം ഈ ഹെന്നയും ഇൻഡിഗോ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഇന്ന് ചെയ്തില്ലേ ഇതേപോലെ ബ്ലാക്ക് ഹെന്ന മാസത്തിൽ 2 പ്രാവശ്യം ഇതേ രീതിയിൽ ഹെന്നയും ഇൻഡിഗോയും ചേർത്തിട്ട് മാസത്തിൽ 2 പ്രാവശ്യം ഇട്ടാലും മതി. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് പഠിക്കേണ്ടത്. എങ്ങനെയാണ് മെയിൻറ്റെയിൻ, ഓരോരുത്തരുടെ മുടി ടെക്സ്ചർ ഓരോ രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് പിടിക്കും, ചിലർക്ക് പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം. എന്തായാലും കെമിക്കൽസ് യൂസ് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടാമല്ലോ, അതല്ലേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ മുടി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി. ഷാമ്പു കണ്ടീഷണറൊക്കെ ഇട്ടാൽ മതി. ഇപ്പം മുടിയുടെ തുമ്പത്ത് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സീറം ഡ്രൈ ആയി പോകാതിരിക്കാൻ തുമ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കിഡിലൻ പാക്കാണ്. എല്ലാവരും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നതാണ് ഈ ഒരു മുടി വെള്ളയായി കഴിഞ്ഞാൽ കറുപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലർ പറയും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ചുമന്ന് പോകും. ഫസ്റ്റ് ഒന്ന് ചുമക്കും, പിന്നെ നമ്മൾ ഇൻഡിഗോ ഇടയിടെ കളർ കറുപ്പായിക്കൊണ്ട് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.